ഒരിടത്ത് ഒരു സാധുവായ മനുഷ്യനുണ്ടായിരുന്നു. തനിച്ചായിരുന്നു അയാൾ. കുറച്ചു മത്തങ്ങയും ധാന്യവും കൃഷി ചെയ്തു. അവയെ ഓമനിച്ചു വളർത്തി. കുഞ്ഞുങ്ങളെ എന്നോണം പരിചരിച്ചു. ധാന്യങ്ങളും മത്തൻ വള്ളികളും പടർന്നു പന്തലിച്ചപ്പോൾ കുരങ്ങന്മാർ കനി പറിക്കാൻ വന്നു. മറ്റു കൃഷിക്കാരെല്ലാം വിളവു നശിപ്പിക്കാൻ എത്തുന്നവർ എന്ന് വിചാരിച്ച് കുരങ്ങന്മാരെയും കിളികളെയുമെല്ലാം കൃഷിത്തോട്ടങ്ങളിൽ നിന്നും ആട്ടിയോടിക്കുമായിരുന്നു. എന്നാൽ ഇയാളാവട്ടെ പക്ഷികൾക്കും കുരങ്ങന്മാർക്കും മുന്നിൽ തൻ്റെ ചെറിയതും സമൃദ്ധവുമായ തോട്ടം തുറന്നുകൊടുത്തു. ബാക്കിയാവുന്ന കുറച്ചുകൊണ്ട് മാത്രം അയാൾ തൃപ്തനും സന്തോഷവാനുമായി കഴിഞ്ഞുകൂടി. എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം പങ്കുവയ്ക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ട ശാന്തത അയാളിൽ എപ്പോഴും ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം തൻ്റെ തോട്ടത്തിൽ മരണപ്പെട്ടതുപോലെ അയാൾ കിടന്നു. കുരങ്ങന്മാരും മൊച്ചകളും അയാൾക്കരികെ വന്നു. ആളിൻ്റെ കിടപ്പ് കണ്ട് സങ്കടത്തോടുകൂടി അവർ ഇപ്രകാരം പറഞ്ഞു: പാവം മനുഷ്യൻ, ഇത്രയും കാലം ഇയാളുടെ അധ്വാനത്തിൻ്റെ ഫലം പങ്കുവച്ച് തിന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഒരിക്കൽ പോലും അയാൾ നമ്മെ വിലക്കിയില്ല. ഇപ്പോൾ അയാൾ മരണപ്പെട്ടിരിക്കുന്നു. പറ്റിയ ഒരിടത്ത് അയാളുടെ ദേഹം സംസ്കരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ആ മനുഷ്യനെയും പൊക്കിയെടുത്ത് കുരങ്ങന്മാർ ദഹനസ്ഥലം തേടി യാത്ര തുടങ്ങി. 2 പാതകൾ ഒരുമിച്ച് ചേരുന്ന ഒരിടമെത്തി. നമുക്ക് ഇദ്ദേഹത്തെ ഒരു വെള്ളി ഗുഹയിൽ അടക്കം ചെയ്യണം, ഒരു കുരങ്ങൻ പറഞ്ഞു. പോരാ, വേറൊരാൾ പറഞ്ഞു. ഒരു സ്വർണ്ണ ഗുഹയിൽ തന്നെ വേണം ശവം അടക്കുന്നത്. ഉടനെ കുരങ്ങന്മാരുടെ തലവൻ ആജ്ഞാപിച്ചു, സ്വർണ്ണ ഗുഹയിലേക്ക്. അങ്ങനെ അയാളുടെ അന്ത്യവിശ്രമ സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നു. സ്വർണ്ണ ഗുഹയിൽ അയാളെ അടക്കി. ഒറ്റയ്ക്കായപ്പോൾ അയാൾ പതിയെ എഴുന്നേറ്റു. ആവശ്യത്തിന് സ്വർണവുമായി തൻ്റെ പഴയ വീട്ടിലേക്ക് മടങ്ങി. ആ സ്വർണ്ണസമ്പത്ത് ഉപയോഗിച്ച് അയാൾ പുതിയ ഒരു വീടുണ്ടാക്കി. സുന്ദരമായ ഒരു കൊച്ചു വീട്. പറയൂ, ഒരു വെറും പച്ചക്കറിത്തോട്ടക്കാരനായ നിങ്ങൾക്ക് എവിടെ നിന്നാ ഇത്രയും സ്വർണം കിട്ടിയത്? അയൽക്കാരൻ അയാളോട് ചോദിച്ചു. തൻ്റെ അനുഭവം മുഴുവനും അയാൾ അയൽക്കാരനോട് പങ്കുവച്ചു. നിങ്ങൾക്കത് സാധിച്ചുവെങ്കിൽ എനിക്കും തീർച്ചയായും അതിന് കഴിയും. ഇതും പറഞ്ഞ് അയൽക്കാരൻ തിരക്കിട്ട് വീട്ടിൽ പോയി. പച്ചക്കറിത്തോട്ടമുണ്ടാക്കി. തോട്ടത്തിൽ കുരങ്ങുകളെ കാത്തിരുന്നു. അയാൾ പ്രതീക്ഷിച്ചതുപോലെ കനി വിളഞ്ഞപ്പോൾ കുരങ്ങന്മാർ ഓടിയെത്തി. യഥേഷ്ടം ഭക്ഷിച്ചു. തോട്ടത്തിൽ മരണപ്പെട്ടതുപോലെ കിടന്ന കൃഷിക്കാരനെ കണ്ട് നന്ദി സൂചകമായി ശവമടക്കാൻ കുരങ്ങന്മാർ തീരുമാനിച്ചു. 2 വഴികൾ ഒന്നായി ചേരുന്നിടത്ത് യാത്ര എത്തി. കുരങ്ങന്മാർ ശവമടക്ക് ഗുഹയെക്കുറിച്ച് തർക്കമായി. വെള്ളി ഗുഹയിൽ വേണമോ സ്വർണ്ണ ഗുഹയിൽ വേണമോ എന്ന തർക്കം. ആ സമയം ജീവനുള്ള ശവം ഇങ്ങനെ ചിന്തിച്ചു: കൈകൊണ്ട് വാരിയാൽ വേണ്ടത്ര സ്വർണം കിട്ടില്ല. പാത്രങ്ങളിൽ കോരി നിറയ്ക്കണം. മുളങ്കുറ്റികൾ കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാം, അതിൽ വാരി നിറയ്ക്കാം. ഇയാളെ വെള്ളി ഗുഹയിൽ അടയ്ക്കാം. കുരങ്ങന്മാരുടെ അധിപൻ കൽപ്പന കൊടുത്തു. ഉടനെ ചത്തുകിടന്നവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു: അരുത്, എന്നെയും സ്വർണ്ണ ഗുഹയിൽ തന്നെ അടയ്ക്കണം. ദയവായി അങ്ങനെ ചെയ്യൂ. പേടിച്ചരണ്ട കുരങ്ങന്മാർ അയാളുടെ ശരീരം താഴെയിട്ട് ഓടിക്കളഞ്ഞു. മേലാകെ ഒടിഞ്ഞ് മുറിഞ്ഞ് ഒരുവിധം ആ വിഡ്ഢിയായ ആർത്തിക്കാരൻ തൻ്റെ വീട്ടിലെത്തി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്തിഗമ്യേ മഹാമായേ നമസ്തേ ജഗദംബികേ സംസാരസാഗരോത്താര പോതേ ഭൂതപദാംബുജേ. മഹാമായേ, ഭക്തിഗമ്യേ, അമ്മേ ജഗദംബികേ, അവിടുത്തേക്ക് നമസ്കാരം. ഭക്തന്മാർക്ക് സംസാരമാകുന്ന സമുദ്രം തരണം ചെയ്യാനുള്ള പൊങ്ങുതടിയാണല്ലോ അവിടുത്തെ തൃപ്പാദപത്മങ്ങൾ. അവയ്ക്ക് ഉടമയായിട്ടുള്ള അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. ബലം എന്ന വാക്കിന് 13 അർത്ഥങ്ങളുണ്ട്. ശക്തി, പുഷ്ടി, ഉറപ്പ്, ഗന്ധം, രസം, രൂപം, സാമർഥ്യം, ശുക്ലം, ശരീരം, രക്തം, മുള, സൈന്യം, കാക്ക. ഈ ശക്തിവിശേഷങ്ങളെല്ലാം ഉണ്ടാകുന്നത് അമ്മയിൽ നിന്നാണ്.
അല്പമാത്രമായ അവയുടെ അംശങ്ങളാണ് വ്യക്തികളിലും വസ്തുക്കളിലും എല്ലാം ഉള്ളത്. മഹത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുണവിശേഷങ്ങളെല്ലാം ആദിപരാശക്തിയായ അമ്മയിൽ മാത്രമാണ് ഉള്ളത്. ലളിതാ സഹസ്രനാമത്തിൽ 222 മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് മഹാബല എന്ന മന്ത്രമാണ്. മഹത്തായ ബലത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. മുള എന്ന വാക്ക് ഉത്ഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമസ്ത ലോകത്തിനും ബീജഭൂതമായ അമ്മയിൽ നിന്നും പ്രപഞ്ചങ്ങൾ മുളച്ച് ഉണ്ടാകുന്നു. സൈന്യം എന്ന അർത്ഥത്തിൽ അമ്മ പല രൂപത്തിൽ അസുരന്മാരുമായി നടത്തിയ യുദ്ധങ്ങളിൽ അമ്മയെ സഹായിച്ച ശക്തിസേനകളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് മഹാബല സമന്വിതയായി യുദ്ധം ചെയ്യുന്നവൾ. ഭൂസുണ്ഠൻ എന്ന് പേരായ ഒരു കാക്ക 21 സഹോദരന്മാരുമായി ആദിപരാശക്തിയായ ദേവിയെ വളരെ കാലം ആരാധിച്ച് അനുഗ്രഹം നേടി മോക്ഷം പ്രാപിച്ചതായിട്ട് ഒരു കഥ യോഗവാസിഷ്ഠത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്രകാരം ആ കാക്കകൾക്ക് മോക്ഷപ്രാപ്തി നൽകിയത് അമ്മയാണ്. അങ്ങനെ അമ്മയിൽ ആ കാക്കകൾ ലയിച്ചു ചേർന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മഹാബല എന്ന് പേര് സിദ്ധിച്ചു. ശക്തി, പുഷ്ടി, ഉറപ്പ്, ഗന്ധം, രസം, രൂപം, സാമർഥ്യം, ശുക്ലം, ശരീരം, രക്തം, മുള ഇപ്രകാരമുള്ള ശക്തിവിശേഷങ്ങൾ ഭക്തർക്ക് നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ഓം മഹാബലായൈ നമഃ. ഓം ഓം ഹ്രീം മഹാബലായൈ നമഃ. ശുദ്ധമായ നെയ്യെടുത്ത് ശ്രീചക്രത്തിനു മുന്നിലോ 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിനു മുന്നിലോ വെച്ച് ഈ മന്ത്രം നെയ്യിൽ തൊട്ടുകൊണ്ട് 51 പ്രാവശ്യം ജപിക്കുക. 3 ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ഈ നെയ്യ് സേവിക്കുകയാണെങ്കിൽ മാനസികാരോഗ്യം വർദ്ധിക്കും, ടെൻഷനൊക്കെ മാറിക്കിട്ടും. കുരുമുളകു ചെടിയുടെ തണ്ട് ചതച്ചതും തുളസി ഇലയുമിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ വലതുകൈ മുക്കി ഈ മന്ത്രം 21 പ്രാവശ്യം ജപിച്ച ശേഷം ആ ജലത്തിൽ കുളിക്കുക. ശാരീരികാരോഗ്യം വർദ്ധിക്കും. ജലദോഷം, പനി എന്നിവയൊക്കെ മാറുന്നതിനും ഇത് നല്ലതാണ്. മഹത്തായ ബുദ്ധിയോടുകൂടിയവൾ, മഹതിയായും ബുദ്ധിസ്വരൂപിണിയുമായവൾ എന്നീ അർത്ഥങ്ങളിൽ മഹാബുദ്ധി എന്ന നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ സ്തുതിക്കുന്നു. ദേവീ മാഹാത്മ്യത്തിൽ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ ഇപ്രകാരം സ്തുതിക്കുന്നുണ്ട്. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. സർവഭൂതേഷു യാ ദേവി ബുദ്ധിരൂപേണ സംസ്ഥിത. സമസ്ത ജീവികളിലും ബുദ്ധിശക്തിയായി വാണരുളുന്ന അമ്മയ്ക്ക് നമസ്കാരം. ബുദ്ധി 3 വിധമാണ് ഉള്ളത്: സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ. വേദശാസ്ത്രങ്ങൾ ഗ്രഹിക്കുന്ന ബുദ്ധിയാണ് സാത്വികം. തസ്യൈ തമ. അപ്രകാരമുള്ള സാത്വിക ബുദ്ധിയായി സ്ഥിതി ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം. കർമ്മകൗശലമാണ് രാജസബുദ്ധി. തസ്യൈ നമ. രാജസബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം. വഞ്ചന തുടങ്ങിയ ബുദ്ധിയാണ് താമസികമായിട്ട് ഉള്ളത്. തസ്യൈ നമ. താമസികമായ ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം. നമസ്തസ്യൈ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ഇത്. നമോ നമ എന്ന് 2 പ്രാവശ്യം നമസ്കാരം പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നോക്കാം. നമ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥയായിട്ടുള്ള പ്രകൃതിയുടെ രൂപത്തിൽ വാഴുന്ന അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. നമ പ്രകൃതിക്ക് അതീതയായി
ചിദ്രൂപിണിയായിട്ട് വിളങ്ങുന്ന അമ്മേ, അവിടേക്ക് നമസ്കാരം. ഇപ്രകാരം 5 പ്രാവശ്യം അമ്മയെ നമസ്കരിക്കുന്നതിനാണ് നമസ്തസ്യൈ എന്ന് 3 പ്രാവശ്യവും നമോ നമ എന്ന് 2 പ്രാവശ്യവും മന്ത്രത്തിൽ ചേർത്തിട്ടുള്ളത്. ആദിപരാശക്തിയായ അമ്മയിൽ ബുദ്ധിയെ സ്ഥിരമായി നിർത്തുവാൻ സാധിക്കുന്ന ഭക്തന് അറിയാനായിട്ട് പിന്നെ ബാക്കി ഒന്നും ഉണ്ടാവില്ല. കാരണം ഏതൊന്നിനെ അറിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡത്തിൽ ഉള്ളതെല്ലാം അറിയുവാൻ സാധ്യമാകുമോ, അതാണ് പരബ്രഹ്മസ്വരൂപിണിയായ പരാശക്തി ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരീ ദേവി. അമ്മ തൻ്റെ ഭക്തരിൽ മഹതിയായ ബുദ്ധിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഓം മഹാബുദ്ധ്യൈ നമഃ. ഓം ഓം ഹ്രൈം മഹാബുദ്ധ്യൈ നമഃ. ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിൽ ഈ മന്ത്രം സഹായകരമാണ്. എങ്ങും ഒരു പിടിവള്ളിയും കിട്ടാതെ വലിയ പ്രശ്നത്തിൽപ്പെട്ടുഴലുമ്പോൾ ആദിപരാശക്തിയായ ജഗദീശ്വരി കൈപിടിക്കാനെത്തും. അതിന് ഉതകുന്ന ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രം തന്നെയാണ് ഇത്. നേരവും കാലവും ഒന്നും നോക്കാതെ ജപിക്കാമെന്നുള്ളതും ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഏതു ജോലി ചെയ്യുമ്പോഴും എത്ര കഷ്ടതകളുള്ളപ്പോഴും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഒരിക്കലും പരാജയമുണ്ടാവില്ല. ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.